ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെൻറ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ തന്നെ ഗാസയ്ക്കുള്ളിൽ ഇന്നലെ മുതൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. തുരിതരാ അറ്റാക്ക് നടത്തുകയാണ്. വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കൂട്ടം യുവാക്കൾ ഒരു 10-30 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 10-30 പേരും ഇസ്രായേലിനെതിരെ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പാസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഇവന്മാർ 30 പേരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലിൽ അവിടെ ഡെമോക്രസിയാണ്, രാജഭരണമൊന്നുമല്ല. കോടതിയിൽ കൊണ്ടുപോയി ഇവരെ റിമാൻഡ് ചെയ്ത് പിന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇവരെ കുറ്റപത്രം സമർപ്പിച്ച് ഇവരെ റിമാൻഡ് ചെയ്യും. അതേസമയം ഇവരെ രാജ്യദ്രോഹ കുറ്റത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ലൈഫ് ടൈം ഇംപ്രസൺമെന്റ് കിട്ടാനാണ് സാധ്യത. അപ്പം ഇങ്ങനെ കാലാകാലങ്ങളിൽ പിടിച്ചോണ്ടുപോയി ജയിലിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ചിരുന്ന കൊടും ക്രിമിനലുകളെയാണ് ഈ യുദ്ധത്തിൽ ഹമാസ് ഒക്ടോബർ 7, 2023 ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും 200-ലധികം നിരപരാധികളെ ബന്ദികളാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും ഈ ബന്ദിമോചനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു നാടകം നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 2800-2800ഓളം ഇതേപോലത്തെ ക്രിമിനലുകളെ ഓൾറെഡി ഇസ്രായേൽ തുറന്നു വിട്ടിട്ടുണ്ട്. ഹമാസ് ബന്ദിയാക്കി വെച്ചിരുന്ന ഇസ്രായേൽ പൗരന്മാരെ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 2000 ചില്ലുവാനം ആൾക്കാരെ ഇസ്രായേൽ വിട്ടുകൊടുത്തത്. ഇവരെല്ലാം ഇതേപോലെയുള്ള കേസുകളിൽ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചിരുന്ന പലരെയും പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടിരുന്ന കേസുകെട്ടുകളാണ്. ആ കേസുകെട്ടുകളിൽ പെട്ട ആൾക്കാരെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവന്മാരൊക്കെ ഈ കുറ്റകൃത്യം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവർക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. ആ സ്റ്റൈഫൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ പ്രവൃത്തി ഇങ്ങനെ തുടരെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ തകൃതിയായിട്ടുള്ള ഓപ്പറേഷൻസ് ഗാസയ്ക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. അതേപോലെ ലെബനന്റെ ഉള്ളിൽ താറുമാറായിട്ടുള്ള അറ്റാക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലെബനന്റെ ഉള്ളിൽ 769th ട്രൂപ്പ്, ആ ബ്രിഗേഡ് ട്രൂപ്പാണ് ലെബനന്റെ ഉള്ളിൽ, സൗത്ത് ലെബനന്റെ ഉള്ളിൽ ഓപ്പറേഷന് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. അതേപോലെ യൂണിറ്റ് 869ഉം ഈ ഓപ്പറേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ നിരവധിയായിട്ടുള്ള ഹെസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിന്റെ തീവ്രവാദ സങ്കേതങ്ങൾ, അതായത് അവരുടെ ഒളിത്താവളങ്ങൾ, അതേപോലെ അവരുടെ ടണലുകൾ, റോക്കറ്റ് ലോഞ്ച് പാഡുകൾ, ഇതൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് അവർ IDF-ലേക്ക്, സെൻട്രൽ കമാൻഡ് യൂണിറ്റിലേക്ക് അവർ അയക്കും. അവിടെ നിന്ന് കൃത്യമായിട്ട് IAF, ഇസ്രായേൽ എയർഫോഴ്സ് കൃത്യമായിട്ട് ഏരിയകളിൽ എയർ സ്ട്രൈക്ക് നടത്തി അതിനെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോകുന്നത്. ഒരു എയർ സ്ട്രൈക്ക് നടത്തുക, ആ ഏരിയ ക്ലിയർ ഔട്ട് ചെയ്യുക, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, മുന്നോട്ട് പോവുക. ഇങ്ങനെ ഫോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സദൻ ഇസ്രായേലിന്റെ സൈഡിലേക്ക് ഇറാന്റെ സൈഡിൽ നിന്നും വീണ്ടും മിസൈലുകൾ എത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ഡെബ്രി വന്ന് പതിച്ചത് ബേർഷബയിലാണ്. ബേർഷബയിൽ ഒരു വീടിന്റെ തൊട്ടടുത്താണ് ഇതൊന്ന് പതിച്ചത്. ജനലുകളൊക്കെ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. 4 പേര് ഇഞ്ചൂർഡാണ്. ലൈറ്റ്ലി വൂണ്ടഡ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും മിസൈൽ ഡെബ്രി ആക്രമണമാണല്ലോ, തീർച്ചയായിട്ടും ഷാർപ്പ്നൽസ് ഒക്കെ വന്ന് കൊണ്ടിട്ടുണ്ടാവും. ഫ്ലൈയിങ് ഒബ്ജക്റ്റ് കോസ് ഷോക്ക് വേവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ഈ മിസൈൽ വരുന്നതിൻ്റെ ഒരു പേടി ഉണ്ടാവും. ആ ട്രോമ തന്നെ ഒരു വലിയ ട്രോമയാണ്. ആ ട്രോമയോടൊപ്പം ഈ ഇഞ്ചുറിയും കൂടി വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ അതിൽ ലൈറ്റ് ഇഞ്ചുറി, ഹാർഡ് ഇഞ്ചുറി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ജീവഹാനി സംഭവിച്ചിട്ടില്ല. അതുപോലെ സദൻ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഇറാന്റെ മിസൈലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോ ഇഞ്ചുറീസ് റിപ്പോർട്ടഡ്. IRGC ഗാഡ്സ് കോപ്സിൽ മുഹമ്മദ് റസൂലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിന്റെ കമാൻഡറായിട്ടുള്ള ഹസൻ സാദെ എന്ന് പറഞ്ഞ ആ കമാൻഡറെ ഇസ്രായേൽ ഇന്നലെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ചീഫ് കമാൻഡറാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക, അവർക്ക് കമാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. അമേരിക്കയുടെ ഗ്രൗണ്ട് ഫോഴ്സ് ഇറാന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഗ്രൗണ്ട് ഫോഴ്സ് കമാൻഡറെ തന്നെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെയുള്ള പ്രിസൈസ് ആയിട്ടുള്ള പ്രീ പ്ലാൻഡ് എലിമിനേഷൻസ് ഇസ്രായേൽ നടത്തും. അതുപോലെ തന്നെ ഇന്നലെ തെഹ്റാന്റെ ഉള്ളിൽ 24 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് IDF ഇന്റലിജൻസ് കണ്ടിന്യൂ ടു സ്പോട്ട് ലൊക്കേഷൻസ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് IAF-നെ, ഇസ്രായേലിന്റെ എയർഫോഴ്സിനെ ആ മേഖലയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. IDF കണ്ടക്റ്റഡ് മോർ ദൻ 140 എയർ സ്ട്രൈക്സ് ഇൻ ഇറാൻ. അങ്ങനെയാണ് ഹെഡ്ലൈൻ തന്നെ വന്നിരിക്കുന്നത്. 140-ലേറെ സ്ഥലങ്ങളാണ് ഇന്നലെ ടാർഗറ്റ് ചെയ്തത്. ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് പാഡുകൾ, ബാലിസ്റ്റിക് മിസൈൽ സ്റ്റോറേജ് ഗോഡൗൺസ്, ഇതൊക്കെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എത്രത്തോളം ബാലിസ്റ്റിക് മിസൈലുകളുടെ ഗോഡൗൺസ് ആണ് ഇവർക്കുള്ളത്, ഈ സ്റ്റോറേജ് ഫെസിലിറ്റി എത്രമാത്രം വലുതാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആദ്യത്തെ ദിവസം മുതൽ ഈ ബാലിസ്റ്റിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 1-2 ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകൾ, ലോഞ്ച് പാഡുകൾ, ബാലിസ്റ്റിക് മിസൈൽ സ്റ്റോറേജ് യൂണിറ്റുകൾ, ഡ്രോൺ സ്റ്റോറേജ് യൂണിറ്റുകൾ, ഇതൊക്കെ ടാർഗറ്റ് ചെയ്താണ് ആക്രമണങ്ങൾ കൂടുതലും നടന്നിട്ടുള്ളത്. പക്ഷെ എന്നിട്ടും അത് തീരുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഇറാന്റെ ആ ഒരു മാസീവ് ആയിട്ടുള്ള മിസൈൽ പ്രൊഡക്ഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്.
IDF ഇന്നലെ ഗാസയ്ക്കുള്ളിൽ 10 തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഗാസയ്ക്കുള്ളിൽ തന്നെ ബ്രിഗേഡ് 188 എന്ന് പറയുന്ന യൂണിറ്റിന്റെ കമാൻഡറായിട്ടുള്ള അഹമ്മദ് ഫയസ് സാലേം അബു റൈദ എന്ന് പറഞ്ഞ ഈ കമാൻഡറെയാണ് ഇന്നലെ എലിമിനേറ്റ് ചെയ്തത്. ഗാസയ്ക്കുള്ളിൽ ഹമാസിന്റെ സിസ്റ്റമാറ്റിക്കലി വയലേറ്റിംഗ് ദ യെല്ലോ ലൈൻ. മൾട്ടിപ്പിൾ ടൈംസ് ഇയാൾ യെല്ലോ ലൈൻ കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യെല്ലോ ലൈൻ കടക്കാൻ വേണ്ടിയിട്ട് പലരെയും പ്രേരിപ്പിച്ച് ഇരവാദം ഉയർത്താൻ വേണ്ടിയിട്ട് പല കുട്ടികളെയും യെല്ലോ ലൈൻ കടക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച വ്യക്തിയും കൂടിയാണ് ഈ അബു റൈദ എന്ന് പറഞ്ഞ വ്യക്തി. ഈ അഹമ്മദ് സാലേം അബു റൈദയാണ് ഇസ്രായേൽ ഇന്നലെ എലിമിനേറ്റ് ചെയ്തത്. അതേപോലെ സദൻ ലെബനാനിൽ ഹിസ്ബുള്ള തീവ്രവാദികളെ ടാർഗറ്റ് ചെയ്ത് മാസീവായിട്ടുള്ള ഒരു എയർ സ്ട്രൈക്ക് ഇസ്രായേൽ ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. സൗത്ത് ലെബനാനിലും അതേപോലെ ബിന്ദ് ജബീൽ ഏരിയയിലുമാണ് ഈ അറ്റാക്ക് നടത്തിയത്. എന്നാൽ ഈ ഫോട്ടോയിൽ കാണുന്ന 2 ഹിസ്ബുള്ള തീവ്രവാദികൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇവർ ഈ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇവരും തന്നെ ഹെസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിൽപ്പെട്ട ആൾക്കാരാണ്. ഇപ്പൊ ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഫോഴ്സ് ആണല്ലോ ലെബനാന്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്നത്, അതേപോലെ എയർ സ്ട്രൈക്ക് നടത്തുന്നുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ പരിക്കേറ്റ ഹെസ്ബുള്ള തീവ്രവാദികൾക്ക് ചികിത്സ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കേഷൻസ് ഇതൊക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ 2 വ്യക്തികൾ. ആംബുലൻസ് ഉൾപ്പെടെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഹെസ്ബുള്ള ഇപ്പോൾ മോട്ടോർ ഷെല്ലുകളും കൂടി അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഗ്രൗണ്ട് ഫോഴ്സിലേക്ക് പോയിരിക്കുന്ന IDF സോൾജേഴ്സിനെതിരെ അവർ മോട്ടോർ ഷെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നോർത്തേൺ ഇറാനിൽ പാർഷ്യലി പവർ സപ്ലൈ ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇസ്രായേൽ പവർ പ്ലാന്റുകളെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിരവധി ഏരിയകളിലുള്ള പവർ ഗ്രിഡുകളും തകരാറിലായിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ബന്ദർ അബ്ബാസ്, ബഷേർ പോലത്തെ ഏരിയകളൊക്കെ വളഞ്ഞ് ആക്രമിക്കുകയാണ് ഇസ്രായേൽ. ഇതിനകത്ത് ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. അതുകൊണ്ട് റേഡിയേഷൻ ലീക്കേജിനെ കുറിച്ച് വറീഡ് ആവേണ്ടതില്ല എന്നും കൂടി പറയുന്നുണ്ട്. നോർത്തേൺ ഇറാനിയൻ സിറ്റി ആയിട്ടുള്ള കറാച്ച്, അവിടെ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഷംസബാദ് എന്ന് പറഞ്ഞ സ്ഥലം തെഹ്റാനിൽ, അവിടെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഫോളോവിങ് അറ്റാക്സ് എല്ലാം തന്നെ എനർജി മേഖലകളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. മിലിറ്ററി ടാർഗറ്റുകളെ എവിടെ കണ്ടാലും IDF ഒഴിവാക്കുന്നില്ല ഇറാന്റെ ഉള്ളിൽ. ഇതിന്റെ ഇടയ്ക്ക് ഇസ്രായേൽ ഇന്നലെ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഖത്തറിന്റെ അൽ അറബി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയ വാർത്താ മാധ്യമ ചാനലിന്റെ ഓഫീസ് ഇറാന്റെ ഉള്ളിൽ തെഹ്റാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിന് നേരെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഖത്തർ മീഡിയ ആയിട്ടുള്ള അൽ അറബിയ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പിന്നീട് പ്രൊപ്പഗണ്ട വാർത്ത പുറത്തിറക്കാൻ സാധ്യതയുള്ള ഒരു മീഡിയയാണ്. അൽ ജസീറയ്ക്ക് വാർത്തകൾ ചോർത്തി കൊടുക്കാൻ സാധ്യതയുള്ള ഒരു മീഡിയ കമ്പനിയുടെ മേളിലാണ് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിനിപ്പോൾ ഖത്തറിന്റെ ആണെങ്കിലും സൗദി അറേബ്യയുടെ ആണെങ്കിലും തന്നെ ഇസ്രായേൽ അത് അറ്റാക്ക് നടത്തിയിരിക്കും. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഫേക്ക് പ്രൊപ്പഗണ്ട, അതേപോലെ തന്നെ സിമ്പതി വാർത്തകൾ, ഇരവാദം ഉയർത്തുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അടിച്ചിറക്കാൻ ഈ മീഡിയയ്ക്ക് നല്ല മിടുക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മീഡിയയാണ് ഈ അൽ അറേബിയ മീഡിയ. അതിനെതിരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചർച്ച ഒരു ഡീവിയേഷനിലേക്ക് മാറുകയാണ്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ചെയ്യുക എന്നുള്ള ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ യുദ്ധം നിർത്താനോ യുദ്ധം അവസാനിപ്പിക്കാനോ അറബ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല. അറബ് രാജ്യങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല പാകിസ്ഥാനെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ആദ്യം തുറക്കൂ, അത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് യുദ്ധം നിർത്തുന്നതും നിർത്താതിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ അമേരിക്ക ഇസ്രായേലൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പാകിസ്ഥാൻ ഇടപെട്ട് നടത്തുന്ന ഈ ഒരു മീഡിയേഷൻ ഇത് വിജയകരമായി മുന്നോട്ട് പോവില്ല. ഇപ്പൊ ഹക്കാൻ ഫിദാൻ, അതേപോലെ തന്നെ സൗദിയുടെ പ്രൈം മിനിസ്റ്റർ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ്, ഇവരൊക്കെ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യം സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്, അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം അതായത് യുദ്ധം തുടരും. പാകിസ്ഥാനിൽ ഈ വരുന്ന ആഴ്ച ചർച്ച നടന്നാൽ തന്നെയും അത് ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരിക്കില്ല. അതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് മിഡിൽ ഈസ്റ്റിന്റെ താല്പര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഫ്രീ ആക്കുക, ഇറാന്റെ IRGC റെജീമിനെ ടോട്ടലി അവരുടെ ഡിഫൻസ് കപ്പാസിറ്റി, മിലിറ്ററി റിറ്റാലിയേഷൻ കേപ്പബിലിറ്റി ഇല്ലാതാക്കുക. ഈ 2 കാര്യങ്ങളാണ് അറബ് രാജ്യങ്ങൾക്ക് വേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് അവിടെ യുദ്ധം നടക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. വളരെ വിശദമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.